ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ TV ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ സീനിയർ ശാബത്ത് സ്കൂൾ പാഠത്തിലേക്ക് ഇതെല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് 6ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. പാഠത്തിൻ്റെ ഹെഡിങ് യാഗം മനസ്സിലാക്കുന്നു. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പാഠം 6ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ ഹെഡിങ് യാഗം മനസ്സിലാക്കുന്നു. മനപ്പാഠവാക്യം വെളിപാടിൻ്റെ പ്രവചനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. അതിപ്രകാരം പറയുന്നു: പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്നിവിടെ പറയുന്നു. മനപ്പാഠവാക്യം യോഹന്നാൻ്റെ വെളിപാടിൻ്റെ പ്രവചനം 5-ാം അധ്യായം 9-ാം വാക്യമാണ് മനപ്പാഠവാക്യം. മനപ്പാഠവാക്യം പറയുന്നത്: പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും കർത്താവായ യേശുക്രിസ്തു യോഗ്യൻ എന്നവിടെ പറയുന്നു. നീ അറുക്കപ്പെട്ടു ഇനി കർത്താവിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്ന് പത്മോസിലെ യോഹന്നാൻ തൻ്റെ ദർശനത്തിലൂടെ കർത്താവിനെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. ഇന്നത്തെ പാഠത്തിൽ കർത്താവിൻ്റെ യാഗത്തെ നാം മനസ്സിലാക്കുന്നു എന്നതാണ് പാഠത്തിൻ്റെ ഹെഡിങ്. യാഗം മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ തന്നെ യോർദാൻ ആറ്റിങ്കൽ വെച്ച് യോഹന്നാൻ സ്നാപകൻ പരസ്യമായി കർത്താവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു: ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അല്ലേ? സർവ്വലോകത്തിൻ്റെയും പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് കർത്താവിനെ നോക്കി യോഹന്നാൻ സ്നാപകൻ അവിടെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ഒരു പകരക്കാരനായി, ഒരു പെസഹ കുഞ്ഞാടായി, അറുക്കപ്പെടുന്ന കുഞ്ഞാടായി കർത്താവിൻ്റെ മരണത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വേദപുസ്തകത്തിൽ മൃഗങ്ങളുടെ യാഗമെന്ന വിഷയത്തെ ഒരിക്കലും മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല. കാരണം പണ്ട് കാലങ്ങളിൽ ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ യാഗത്തിലൂടെയാണ് പാപം പരിഹരിക്കപ്പെടുന്നത് എന്ന് അന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ യാഗം, പരമമായ യാഗം, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് ഈ ആഴ്ചയിൽ യാഗത്തിൻ്റെ പ്രാധാന്യം നാം ഈ ആഴ്ചയിൽ പഠിക്കുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട് നമുക്ക് വേണ്ടി ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച് ഈ പാഠത്തിൽ പഠിക്കുകയാണ്. കാരണം മനപ്പാഠവാക്യത്തിൽ പറയുന്നത് പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നമ്മുടെ കർത്താവ് യോഗ്യൻ. കാര്യം എന്താണ്? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ഇനി നമ്മുടെ കർത്താവിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ എല്ലാവരെയും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്: ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഈ പരമമായ യാഗത്തെക്കുറിച്ച്, അതിലൂടെ കർത്താവ് പാപികളായ നമ്മോട് കാണിച്ചതായ സ്നേഹത്തെക്കുറിച്ച് ഒക്കെ ഈ പാഠം പഠിക്കുന്നു. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച നാം പഠിക്കുന്ന ഹെഡിങ് വ്യർത്ഥമായ യാഗം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് വ്യർത്ഥമായ യാഗം. ഞായറാഴ്ചത്തെ ഭാഗത്ത് എന്തുകൊണ്ട് ദൈവം തൻ്റെ ജനത്തിൻ്റെ യാഗത്തെ തിരസ്കരിച്ചു എന്നിവിടെ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ദൈവം പലപ്പോഴും ദൈവത്തിൻ്റെ മക്കളുടെ യാഗത്തെ എന്തിനാണ് തിരസ്കരിച്ചത്? പലപ്പോഴും യാഗം എന്തുകൊണ്ട് വ്യർത്ഥമായി മാറി? പാഠത്തിൻ്റെ ഹെഡിങ് നോക്കിക്കേ. പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? വ്യർത്ഥമായ യാഗം. വെറും വേസ്റ്റായ, ഒരു പ്രയോജനമില്ലാത്ത യാഗം.
ഇവിടെ പറയുന്നത് പലപ്പോഴും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ദൈവം പലപ്പോഴും യാഗത്തെ തിരസ്കരിക്കുന്നത്. ചില സന്ദർഭങ്ങളിലെല്ലാം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അവിടെ യാഗത്തെ ദൈവം തിരസ്കരിക്കാറുണ്ടായിരുന്നു. നമുക്ക് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം എന്നറിയാം. ഹാബേലിൻ്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചു, മറിച്ച് കായീൻ്റെ യാഗത്തെ ദൈവം എന്ത് ചെയ്തു? തിരസ്കരിച്ചു. അതുപോലെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും പലപ്പോഴും യാഗത്തെ ദൈവം തിരസ്കരിച്ചു. എന്താണ് അതിൻ്റെ കാരണം? പ്രത്യേകിച്ചും യെശയ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ കാലത്ത് ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി പറയുന്ന ദർശനത്തെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം അതിൽ 2 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, യെശയ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 2 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ആമോസിൻ്റെ മകനായ യെശയ്യാവ് ആരെക്കുറിച്ചാണ്? യഹൂദയെയും യെരുശലേമിനെയും കുറിച്ചുള്ള ദർശനം പറയുന്നത്. യെശയ്യാവ് പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. നമുക്ക് ആ വചനങ്ങളെല്ലാം അറിയാം. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനെയും പുൽത്തൊട്ടി അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. 4-ാം വാക്യം പറയുന്നു, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. വീണ്ടും 5-ാം വാക്യം പറയുന്നത്, ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ. കാരണം എന്താണ്? തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. കാര്യം അതിനെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ചു കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. അല്ലേ? ആ പാപത്തിൻ്റെ ഗൗരവം വ്യക്തമായിട്ട് പ്രവാചകനായ യെശയ്യാവ് പറയുകയാണ്. അതുകൊണ്ട് ഇത്രമാത്രം പാപത്തിൽ കിടക്കുന്ന ഒരു ജനതയുടെ യാഗം വെറും വ്യർത്ഥമാണ് എന്ന് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ലേഖകൻ വ്യക്തമായി പറയുന്നത് ഇതെല്ലാം വ്യർത്ഥമായ യാഗമാണ്. കാരണം പാപത്തിൽ വെച്ച് കെട്ടിക്കിടക്കുന്ന പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്ന സന്തതി, യഹോവയെ ഉപേക്ഷിച്ചിട്ട് അവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് എന്ത് ചെയ്തിരിക്കുന്നു? മാറിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവരുടെ യാഗം ദൈവത്തിന് വ്യർത്ഥമാണ്. അതുകൊണ്ട് 11-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയും കുഞ്ഞാടുകളുടെയും കോലാട് കൊറ്റന്മാരുടെയും രക്തം എനിക്ക് ഇഷ്ടമല്ല. 12-ാം വാക്യം പറയും, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാറ്? ഇങ്ങനെയുള്ള യാഗങ്ങൾ ആവശ്യപ്പെട്ടത് ആരാണെന്ന് ദൈവം ചോദിക്കുകയാണ്. വീണ്ടും പറയുന്നു, ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. 13-ാം വാക്യം, ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബദ് സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവ യാഗവും എനിക്ക് സഹിച്ചുകൂടാ. അല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം, ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 15-ാം വാക്യം പറയുന്നു, നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. വ്യക്തമായിട്ട് അതിൻ്റെ കാരണം പറയുന്നു. കാരണം നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളോട് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ യാഗങ്ങളെല്ലാം ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ് എന്നിവിടെ പറയുന്നു. പ്രത്യേകിച്ചും ലേഖകൻ പറയുന്നത്, യെശയ്യാ പ്രവാചകൻ്റെ സമയത്ത് ഇസ്രായേൽ മക്കൾ വളരെ അലംഭാവത്തോടും അശ്രദ്ധയോടും കൂടിയാണ് ദൈവസന്നിധിയിൽ യാഗം അർപ്പിച്ചിരുന്നത്. ലേഖകൻ അത് വ്യക്തമായി പറയുകയാണ്. സ്വന്തം ഇഷ്ടമനുസരിച്ച് അവർക്ക് തോന്നും പോലെ അവർ ദൈവസന്നിധിയിൽ യാഗം അർപ്പിച്ചിരുന്നു. അതൊക്കെ അവർക്ക് ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുമെന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് ലേഖകൻ അതിനെക്കുറിച്ചൊരു
ഒരു പ്രത്യേക പദപ്രയോഗം തന്നെ നടത്തുകയാണ്. അവരെ ഭരിച്ചിരുന്ന ആത്മാവ് സ്വയം പര്യാപ്തതയുടെ ആത്മാവായിരുന്നു എന്നിവിടെ പറയുകയാണ്. ലേഖനം തന്നെ വ്യക്തമായി പറയുകയാണ്. കാരണം അന്ന് ആ ജനത്തെ ഭരിച്ചിരുന്ന ആത്മാവ് ദൈവാത്മാവല്ല, മറിച്ച് സ്വയം പര്യാപ്തതയുടെ ആത്മാവാണ്. എല്ലാം എനിക്ക് കഴിയും, എന്നെ കൊണ്ടെല്ലാം നേടാൻ കഴിയും, അല്ലേ, എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ബലം കൊണ്ട് നേടാൻ കഴിയും. അതുകൊണ്ട് അവരെ ഭരിച്ചിരുന്ന ആത്മാവെന്ന് പറയുന്നത് സ്വയം പര്യാപ്തതയുടെ ആത്മാവ്. ഈ സ്വയം പര്യാപ്തതയുടെ ആത്മാവ് നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നാം പ്രവർത്തിക്കും. ദൈവത്തിന് കീഴ്പ്പെടാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആത്മാവാണ് സ്വയം പര്യാപ്തതയുടെ ആത്മാവ്. അവിടെ പണ്ടുകാലത്ത് കായീനെ ഭരിച്ചിരുന്ന ആത്മാവ് സ്വയം പര്യാപ്തതയുടെ ആത്മാവാണ്. അതുകൊണ്ട് കായീന് ഇഷ്ടമുള്ള രീതിയിലാണ് ദൈവത്തിന് യാഗം സമർപ്പിച്ചത്. അതുകൊണ്ടാണ് കായീൻ്റെ യാഗത്തെ ദൈവം എന്ത് ചെയ്യാത്തത്? പ്രസാദിക്കാത്തത്. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, യെശയ്യാവിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത്തെ ഭരിച്ചിരുന്ന ആത്മാവെന്ന് പറയുന്നത് സ്വയം പര്യാപ്തതയുടെ ആത്മാവായിരുന്നു. അതുകൊണ്ട് ദൈവം അവിടെ യാഗത്തെ പ്രസാദിച്ചില്ല. കാരണം വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. നിങ്ങൾ എത്ര തന്നെ കൈമലർത്തി എന്നോട് ആവശ്യപ്പെട്ടാലും ഞാൻ കേൾക്കുകയില്ല. കാരണം നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെ എപ്പോഴാണ് നമ്മുടെ യാഗത്തെ ദൈവം പ്രസാദിക്കുന്നത്? നമ്മുടെ യാഗങ്ങളെ എപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്? അതിനെക്കുറിച്ച് യെശയ്യാവ് തന്നെ 56-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ, യെശയ്യാവിൻ്റെ പ്രവചനം 56-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബദിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരൊക്കെയും തന്നെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. വീണ്ടും ദൈവം പറയുന്നു, അവിടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. കൂടാതെ എൻ്റെ ആലയം സകല ജാതികളുടെയും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ എപ്പോഴാണ് ദൈവം നമ്മുടെ യാഗത്തെ പ്രസാദിക്കുന്നത്? ദൈവ ഇഷ്ടം ചെയ്ത്, അല്ലേ, ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് കീഴടങ്ങിക്കൊണ്ട് നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ മാനിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും എല്ലാം പ്രസാദിക്കും എന്നിവിടെ പറയുന്നു, അല്ലേ. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, 51-ാം സങ്കീർത്തനം 17-ാം വാക്യം, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് ദാവീദ് തൻ്റെ പ്രാർത്ഥനയിലൂടെ പറയുന്നു, അല്ലേ. അതുകൊണ്ട് എലൻ ജി വൈറ്റ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ഹാബേല് ദൈവസന്നിധിയിലെ യാഗമർപ്പിച്ചപ്പോൾ ദൈവം അവൻ്റെ യാഗത്തെ അംഗീകരിച്ചിരുന്നു. കാരണം വളരെയധികം വിനയത്തോടും കുറ്റബോധത്തോടും കൂടിയാണ് ഹാബേല് ദൈവസന്നിധിയിൽ യാഗമർപ്പിച്ചത്. ആ ചൊരിയപ്പെട്ട യാഗം കർത്താവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഹാബേല് മനസ്സിലാക്കിയിരുന്നു. പ്രായശ്ചിത്ത യാഗമായിരുന്നു, അതിലവൻ വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ്റെ യാഗം ദൈവം അംഗീകരിക്കുകയും നീതിമാൻ എന്ന സാക്ഷ്യം ഹാബേലിന് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവസന്നിധിയിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നാം ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെയും നിയമങ്ങളെയും അനുസരിക്കാതെ നാം ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുമ്പോൾ പലപ്പോഴും ഇസ്രായേൽ ജീവിതത്തിന് അനുഭവിച്ച അതേ അനുഭവങ്ങളിലൂടെ പലപ്പോഴും നമ്മുടെ യാഗങ്ങൾ വ്യർത്ഥമായി മാറുന്നു എന്ന് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം. ആമുഖത്തിൽ ലേഖകൻ പറയുന്നത്, യാഗമെന്ന് പറയുന്നത് ക്രൂരമാണ്, അത് പരുഷമാണ്. ഒരർത്ഥത്തിൽ യാഗം ന്യായരഹിതവുമാണ്, അല്ലേ. പലപ്പോഴും യാഗത്തെ അനേകരെ വിമർശിക്കാറുണ്ട്.
അല്ലേ? കാരണം യാഗം ക്രൂരമാണ്, പരുഷമാണ്, ന്യായരഹിതവുമാണ്. അതുപോലെയാണ് ക്രിസ്തുവിൻ്റെ മരണം. ലേഖകൻ പറയുന്ന ക്രിസ്തുവിൻ്റെ മരണവും ക്രൂരമായിരുന്നു, പരുഷമായിരുന്നു, ന്യായരഹിതവുമായിരുന്നു. എന്താ കാര്യം? നിഷ്കളങ്കൻ കുറ്റക്കാർക്ക് വേണ്ടി മരിക്കുന്നു, അല്ലേ? കർത്താവിൻ്റെ മരണം ഇവിടെ പറയുന്നത് ക്രൂരമാണ്, പരുഷമാണ്, ന്യായരഹിതമാണ്. എന്താ കാര്യം? നിഷ്കളങ്കനായ കർത്താവ് കുറ്റക്കാർക്ക് വേണ്ടി മരിക്കുന്നു, അല്ലേ? എങ്കിലും പാപപ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി നമ്മുടെ നീതിമാനായ കർത്താവ്, അല്ലേ, നമ്മുടെ നീതിമാനായ കർത്താവ് ഈ പരുഷമായ യാഗത്തിലൂടെ, ന്യായരഹിതമായ യാഗത്തിലൂടെ, ക്രൂരമായ യാഗത്തിലൂടെയൊക്കെ കടന്നുപോയി. അതുകൊണ്ട് നമ്മോട് ചോദിക്കുന്ന ചോദ്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 10-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ യാഗത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, പഴയ നിയമത്തിലെ യാഗത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? വീണ്ടും ചോദിക്കുന്നു, ഈ യാഗങ്ങൾക്ക് പാപികളെ രക്ഷിക്കുവാൻ സാധിക്കില്ലായിരുന്നുവെങ്കിൽ അവ എന്തിനാണ് പിന്നെ അർപ്പിച്ചത്? ഇപ്പോൾ 2 ചോദ്യമാണ് ചോദിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവമക്കൾ യാഗത്തെക്കുറിച്ചാണ് എന്താണ് പഠിച്ചത്, എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? രണ്ടാമത് ചോദിക്കുന്നത്, ഈ യാഗങ്ങൾക്ക് പാപികളെ രക്ഷിക്കുവാൻ സാധിക്കില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണത് അർപ്പിച്ചത് എന്നിവിടെ ചോദിക്കുന്നു, അല്ലേ? എബ്രായ ലേഖനം 10-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വേദവാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയം. എബ്രായ ലേഖനം 10-ാം അധ്യായം 3 മുതൽ 10 വരെ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഇപ്പോഴും ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകുട്ടന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല, അല്ലേ? അത് പൗലോസ് തന്നെ പറയുകയാണ്, പാപങ്ങളെ നീക്കുവാൻ കാളകളുടെയും ആട്ടുകുട്ടന്മാരുടെയും രക്തത്തിന് കഴിയുന്നതല്ല. അല്ലേ? വീണ്ടും യെശയ്യാവിൻ്റെ പ്രവചനം പറയുകയാണ്, അത് പൗലോസ് പറയുകയാണ്, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു, അല്ലേ? കർത്താവിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അല്ലേ? ഇതാ ഞാൻ വരുന്നു, കാരണം പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി, പെസഹ കുഞ്ഞാടായി ഞാൻ വരുന്നു എന്ന് പഴയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് 8 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, 10-ാം അധ്യായം 8 മുതലുള്ള വാക്യം, ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചു, ഇവൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു, അല്ലേ? രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ, കർത്താവിൻ്റെ യാഗത്തെ പരമയാഗമായി സ്ഥാപിപ്പാൻ മൃഗയാഗങ്ങളെ നീക്കിക്കളയുന്നു എന്നിവിടെ പറയുന്നു, അല്ലേ? അതുകൊണ്ട് ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നിവിടെ പറയുന്നു, അല്ലേ? ആ ഇഷ്ടത്തിൽ നമ്മുടെ കർത്താവ് ഒരിക്കലായി നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നതുകൊണ്ട് നമ്മെ മുഴുവനായി ഈ ലോകത്തെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു യാഗമൃഗങ്ങൾക്കും നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ഒരിക്കലും നമ്മളെ പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല എന്ന് പൗലോസ് വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഈ പ്രവചനത്തിൽ പറയുന്നത് പോലെ നമുക്ക് വേണ്ടി പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു, അല്ലേ? അതുകൊണ്ട് എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? ഈ മൃഗയാഗങ്ങളെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് വരുവാനുള്ള കുഞ്ഞാടിനെ സാദൃശീകരിക്കുവാനാണ് ഈ മൃഗയാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? ഓരോ മൃഗയാഗങ്ങളും
വരുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ എന്ത് ചെയ്യുന്നു? സാദൃശീകരിക്കുന്നു. ഇവിടെ ഒരു എക്സാമ്പിള് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ പറയുകയാണ്. ഇവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയാം, ലേഖകൻ പറയുന്നത്, നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിലും ബസ് ടിക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എയ്റോപ്ലെയിൻ ടിക്കറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യാറുണ്ട് അല്ലേ? നമ്മളെല്ലാവരും മുൻകൂട്ടി റിസർവ് ചെയ്യാറുണ്ട്. ഇവിടെ നാം ടിക്കറ്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോർഡിംഗ് പാസ്സായിട്ടോ ടിക്കറ്റായിട്ടോ നമ്മളത് വെച്ചേക്കും. ഇവിടെ പറയുന്നത് ആ ടിക്കറ്റ് കയ്യിൽ ഇരുന്നത് കൊണ്ട് ആ ടിക്കറ്റിൽ പറയുന്ന ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയില്ല അല്ലേ? ആ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവിടെ എത്തിച്ചേരുവാൻ കഴിയില്ല. മറിച്ച് നമ്മളൊരു വാഹനത്തിൽ കയറി യാത്ര തുടങ്ങുമ്പോൾ ആ ടിക്കറ്റിൻ്റെതായ ഗുണം നമ്മൾ ലഭിക്കും അല്ലേ? ഇനി യാത്രയെല്ലാം കഴിഞ്ഞ് പൂർത്തിയാകുമ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ടിക്കറ്റ് വെറും ഒരു അനാവശ്യമായ കടലാസായി മാറുന്നു അല്ലേ? യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടിക്കറ്റിന് ഒരു വിലയില്ലാതെയായി മാറുന്നു, ഒരു അനാവശ്യമായ ഒരു വെറും വേസ്റ്റ് പേപ്പറായി മാറുന്നു. ലേഖകൻ പറയുന്നത് അപ്രകാരമാണ് കർത്താവിൻ്റെ യാഗം. കർത്താവിൻ്റെ യാഗം അപ്രകാരമാണ്. ഒരു യഥാർത്ഥ യാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മൃഗയാഗങ്ങളെല്ലാം വ്യർത്ഥമായി മാറി എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ, തിങ്കളാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു, ഒരു യഥാർത്ഥ യാഗം അല്ലേ, വരുവാനുള്ള കുഞ്ഞാടിൻ്റെ യാഗം. പൗലോസ് പറയുന്നത് പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കും, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് ഒരു യഥാർത്ഥ യാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതായ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും യാഗങ്ങളെല്ലാം വ്യർത്ഥമായി മാറി എന്നിവിടെ പറയുന്നു അല്ലേ? ഇവിടെ തന്നെ നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 38-ാം വാക്യം പറയുന്നത്, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 38, ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. കർത്താവിൻ്റെ മരണസമയത്ത് സംഭവിച്ച കാര്യമാണ് അല്ലേ? ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്രൂശിൽ നമുക്ക് ജയോത്സവം കൊണ്ടാടിയതായ കർത്താവിൻ്റെ പരമപ്രധാനമായ യാഗം, നിഴലുകളെല്ലാം, നേരത്തെ ഉണ്ടായിരുന്ന നിഴലുകളെല്ലാം, യാഗമൃഗങ്ങളെല്ലാം നിഴലുകളായിരുന്നു, യാഗത്തിൻ്റെ നിഴലുകളായിരുന്നു, അതെല്ലാം വ്യർത്ഥമായി മാറി എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ഒരിക്കലും നമ്മുടെ പാപത്തെ നീക്കുവാൻ കഴിയുന്നതല്ല. അതിനു പകരം നമ്മുടെ കർത്താവിൻ്റെ യഥാർത്ഥമായ യാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെയുള്ള യാഗങ്ങളെല്ലാം വ്യർത്ഥമായി മാറി എന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് പെസഹ കുഞ്ഞാട്. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് പെസഹ കുഞ്ഞാട്. വെളിപാട് പ്രവചനത്തിൽ യേശുവിനെ കുഞ്ഞാടെന്ന് 30 തവണ പരാമർശിക്കുന്നുണ്ട്. യേശുവിനെ കുഞ്ഞാടെന്ന് 30 തവണ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ദൈവ കുഞ്ഞാട് അല്ലെങ്കിൽ വരുവാനുള്ള മശിഹ എന്നുള്ള പ്രതിരൂപമായി കർത്താവിനെ അവിടെ പ്രതിപാദിക്കുന്നു. പഴയ നിയമത്തിൽ ഹാബേൽ ദൈവസന്നിധിയിൽ യാഗം കഴിക്കുമ്പോഴും അത് കർത്താവിനെയാണ് അത് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത് നമ്മുടെ കർത്താവ് പെസഹ കുഞ്ഞാടായി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം പെസഹ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? മിസ്രൈമിൽ അവർ അടിമകളായിരുന്നു. അവിടെ നിന്ന് ദൈവം അവരെ കനാനിലേക്ക് വഴി നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ഈ പെസഹ ഉത്സവം തന്നെ ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുണ്ടായി അല്ലേ? അവർ ആ പെസഹ സമയത്ത് അവർ ഭക്ഷിച്ച രീതി കഴിഞ്ഞതിന് ശേഷം അവർ ഒരു യാത്രയ്ക്കായി അവർ പുറപ്പെടുകയാണ്. മിസ്രൈമിൽ നിന്ന് അവരെ ഒരു യാത്ര തിരിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായമാണ് പ്രതിപാദ്യ വിഷയം. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം
1 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തരും ഓരോ ആട്ടിൻകുട്ടി എടുക്കണം, അല്ലേ? അവിടെ ചെയ്യേണ്ട പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതാണ്, 1 വയസ്സ് പ്രായമുള്ള ഒരു ആണാടായിരിക്കണം, ഒന്നുകിൽ അത് ചെമ്മരിയാടോ കോലാടോ ആകാം. അതിന് 10-ാം തീയതി എടുക്കണം, 14-ാം തീയതി വരെ നിങ്ങളുടെ ഭവനത്തിൽ തന്നെ അത് സൂക്ഷിക്കണം. എന്നിട്ട് സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറേ എടുത്ത് വീടുകളുടെ വാതിലിൻ്റെ കട്ടളമേലും കുറുമ്പടിമേലും അതിനെ പുരട്ടണം. എന്നിട്ട് അത് രാത്രിയാകുമ്പോൾ അതിനെ തീയിലിട്ട് ചുട്ട് ആ മാംസം ഭക്ഷിക്കണം. അതിൻ്റെ കൂടെ പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം എന്നിവിടെ പറയുന്നു. അത് കയ്പ് ചീരയോടുകൂടെ തന്നെ അതിനെ തിന്നണം. അത് ചുട്ടിട്ടില്ലാതെ കഴിക്കരുത്, പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയിട്ടോ അത് തിന്നരുത്. കൂടാതെ പിറ്റേന്നാൾ കാലത്തേക്ക് അതിലെ ഒട്ടും അതിനെ ശേഷിപ്പിക്കരുത് എന്നിവിടെ പറയുന്നു, അല്ലേ? അതുകൊണ്ട് തീയിലിട്ട് ചുട്ടാണ് അത് കഴിക്കേണ്ടത്. അതെങ്ങനെ കഴിക്കണം? അരകെട്ടിയും കാലിന് ചെരിപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നിങ്ങളത് തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. കാരണം എന്തിനാണ് തിടുക്കത്തോടെ തിന്നേണ്ടത്? കാരണം നിങ്ങൾക്കിനി ഒരു യാത്ര പുറപ്പെടുവാനുണ്ട്, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ തിടുക്കത്തോടെ തിന്നണം. അത് യഹോവയുടെ പെസഹയാകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തുകൂടി കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും എന്നിവിടെ പറയുന്നു, അല്ലേ? അതുകൊണ്ട് എങ്ങനെയാണ് ആ പെസഹ ആചരിക്കേണ്ടതെന്ന് വ്യക്തമായി പറയുന്നു, അല്ലേ? ആ ഉത്സവം നിങ്ങൾ എങ്ങനെ ആചരിക്കണം, ആ അപ്പം എങ്ങനെ ഭക്ഷിക്കണം, പെസഹ കുഞ്ഞാടിനെ എങ്ങനെ അറുത്ത് അതിനെ ചുട്ട് തിന്നണമെന്നൊക്കെ വ്യക്തമായി ഇവിടെ പറയുന്നു. ഇതെല്ലാം ആരെയാണ് സൂചിപ്പിക്കുന്നത്? വരുവാനിരിക്കുന്നതായ കർത്താവിൻ്റെ ബലിയാഗത്തെക്കുറിച്ചാണിത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും സ്വർഗാരോഹണത്തിനെക്കുറിച്ചും വർഷങ്ങൾക്ക് ശേഷം പത്രോസ് ഒരു സാക്ഷ്യം പറയുന്നു, അല്ലേ? ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ഉയർപ്പിനെക്കുറിച്ചും സ്വർഗാരോഹണത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പത്രോസ് 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ നമ്മുടെ ശാം സ്കൂൾ പാഠത്തിലുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, മറിച്ച് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ കർത്താവിൻ്റെ യാഗം നമ്മെ പാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മുടെ കർത്താവാണ് നമ്മുടെ പെസഹ കുഞ്ഞാട് എന്ന് പത്രോസ് പറയുന്നു. അതുകൊണ്ട് ലേഖകൻ പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയെ തൃപ്തിപ്പെടുത്തിയതായ ഒരു ജീവിതമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ ജീവിതം, അല്ലേ? കാരണം നമ്മുടെ കർത്താവ് പാപഭംഗിലമായ ജീവിതം നയിച്ചു, അല്ലേ? നാം എല്ലാം പാപികളായിരുന്നുവെങ്കിലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പാപഭംഗിലമായ ജീവിതം നയിച്ചു. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ആദാമായി മാറി എന്ന് പൗലോസ് പറയുകയാണ്, അല്ലേ? യേശു അവസാനത്തെ ആദമായി, നമ്മുടെ 2ാമത്തെ ആദമായി നമ്മുടെ കർത്താവ് മാറി. നാം പരാജയപ്പെട്ട സ്ഥാനത്ത് പരിപൂർണമായി നമ്മുടെ കർത്താവ് ജീവിച്ചു എന്നിവിടെ പറയുന്നു. കൂടാതെ ദൈവത്തിൻ്റെ മഹത്വം കർത്താവിലൂടെ പ്രതിഫലിപ്പിച്ചു എന്നിവിടെ പറയുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പോസിനോട് പറഞ്ഞത്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു. എങ്ങനെയത് സംഭവിച്ചു? കർത്താവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ പരസ്യമായി പ്രതിഫലിപ്പിച്ചു. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് എല്ലാവർക്കും വേണ്ടി അറുക്കപ്പെട്ടതായ പെസഹ കുഞ്ഞാടാണ്, അല്ലേ? പഴയ നിയമകാലത്ത് പെസഹ കുഞ്ഞാട് പരസ്യമായി അവിടെ നിർത്തിയതുപോലെ നമ്മുടെ കർത്താവിനെ ഈ ലോകത്തിൽ പരസ്യമായി നിർത്തിക്കൊണ്ട് ഇവിടെ നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ജീവിതവും കർത്താവിൻ്റെ പ്രവൃത്തിയും കർത്താവിൻ്റെ ഉപദേശങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പെസഹ കുഞ്ഞാടിനെ സൂചിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. താൻ തന്നെയാണ് പെസഹ കുഞ്ഞാടെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിധത്തിലായിരുന്നു കർത്താവിൻ്റെ പ്രസംഗവും കർത്താവിൻ്റെ ജീവിതവും കർത്താവിൻ്റെ ഉപദേശങ്ങളും ഒക്കെ ആയിരുന്നു എന്നിവിടെ പറയുന്നു, അല്ലേ? അവിടെ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പറയുന്നു, നമുക്ക് വേണ്ടി
നമ്മുടെ പെസഹ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി മാറി എന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശു ദേവാലയത്തിൽ. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് യേശു ദേവാലയത്തിൽ. ലേഖകൻ പറയുന്നത് ദൈവം നമ്മോട് സംസർഗത്തിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, അല്ലേ? ദൈവം നമ്മോട് സംസർഗത്തിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിലൂടെ നമ്മോട് അടുക്കുവാനും സംസർഗത്തിലായിരിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു, അല്ലേ? പലപ്പോഴും നമ്മുടെ പാപം കാരണം അതിന് കഴിയുന്നില്ല. കാരണം ദാവീദ് പറയുന്നത് നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല എന്നാണ് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ പാപം കാരണം ദൈവവുമായി ഒരു സംസർഗത്തിലെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല, അല്ലേ? എങ്കിലും ദാവീദ് വീണ്ടും പറയുന്നു, 5-ാമത്തെ സങ്കീർത്തനം 7-ാം വാക്യം, ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കുമെന്ന് ഇവിടെ ദാവീദ് പറയുന്നു. ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും, അല്ലേ? ഇവിടെ യേശു ദേവാലയത്തിൽ എന്ന വിഷയമാണ് ബുധനാഴ്ചത്തെ പാഠത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യം, 2-ാമത്തെ ദേവാലയം പണിതുകൊണ്ടിരുന്നപ്പോൾ ഹഗായി പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനമുണ്ട്. 2-ാമത്തെ ദേവാലയം പണിതുകൊണ്ടിരുന്നപ്പോൾ ഹഗായി പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനമുണ്ട്. കാരണം 1-ാമത്തെ ദേവാലയം ശലോമനാൽ പണിയപ്പെട്ടു, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, 1-ാമത്തെ ദേവാലയം യെരൂശലേം ദേവാലയം ശലോമനാൽ പണിയപ്പെട്ടു, അല്ലേ? അത് സമർപ്പിക്കപ്പെട്ട അനുഭവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? 1-ാമത്തെ ദേവാലയത്തിൻ്റെ മഹത്വം എല്ലാവർക്കും അറിയാം. അവിടെ ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല എന്നിവിടെ പറയുന്നു, അല്ലേ? ദൈവത്തിൻ്റെ തേജസ്സായ ഷെക്കേനയെക്കുറിച്ച് ഇവിടെ പറയുന്നു, അല്ലേ? ഷെക്കേന നിമിത്തം, ദൈവത്തിൻ്റെ തേജസ്സായ ഷെക്കേന നിമിത്തം ദേവാലയത്തിൽ മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നിവിടെ പറയുന്നു, അല്ലേ? പക്ഷേ ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു, അല്ലേ? പിന്നീട് ഒരു പുതിയ ആലയം, അല്ലേ? എസ്രാ നെഹമ്യാവിൻ്റെയൊക്കെ കാലത്ത് വീണ്ടും അവിടെ ഒരു പുതിയ ആലയം അവിടെ നിർമ്മിക്കുകയാണ്, അല്ലേ? ആ ആലയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഹഗായി പ്രവാചകൻ പറയുന്നത്. ഹഗായി പ്രവാചകൻ പറയുകയാണ്, 2-ാമത്തെ ദേവാലയം പണിതുകൊണ്ടിരുന്നപ്പോൾ ഹഗായി പ്രവാചകൻ പറയുകയാണ്, 1-ാമത്തെ ആലയത്തേക്കാൾ മഹത്വമുള്ളതായിരിക്കും 2-ാമത്തെ ദേവാലയം എന്ന് ഹഗായി പ്രവാചകൻ പറഞ്ഞു. അത് സംഭവിച്ചു, അതുപോലെ തന്നെ സംഭവിച്ചു. ഹഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വേദവാക്യങ്ങൾ. ഹഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വേദവാക്യങ്ങൾ. അത് ഇപ്രകാരം പറയുന്നു, ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഈ 2-ാമത്തെ ആലയത്തെ 1-ാമത്തെ ആലയത്തേക്കാൾ, 1-ാമത്തെ ദേവാലയത്തേക്കാൾ മഹത്വപൂർണ്ണമാക്കും. വീണ്ടും ഹഗായി പ്രവാചകൻ പറയുന്നത്, ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നു, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലെത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ 1-ാമത്തെ ദേവാലയത്തെക്കാളുള്ള മഹത്വം 2-ാമത്തെ ദേവാലയത്തിനുണ്ടാകും എന്നിവിടെ പറയുന്നു. എന്താണ് അതിൻ്റെ കാരണം? 1-ാമത്തെ ദേവാലയം ശലോമനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിനേക്കാൾ മഹത്വമായിരിക്കും 2-ാമത്തെ ദേവാലയം എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ കാരണം? 2-ാമത്തെ ദേവാലയത്തിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുന്നത്, അല്ലേ?
രണ്ടാമത്തെ ദേവാലയത്തിലാണ് നമ്മുടെ കർത്താവ് വരുന്നത്. കർത്താവ് രണ്ടാമത്തെ ദേവാലയത്തിൽ സ്വർഗീയ മഹിമ വെടിഞ്ഞ് മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടു, അല്ലേ? ദാസ് രൂപമെടുത്ത് മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടത് രണ്ടാമത്തെ ദേവാലയത്തിലാണ്. അതുകൊണ്ടാണ് ഹഗായി പ്രവാചകൻ പറഞ്ഞത്, ഒന്നാമത്തെ ദേവാലയത്തേക്കാൾ മഹത്വം രണ്ടാമത്തെ ദേവാലയത്തിനായിരിക്കും. കാരണം നമ്മുടെ കർത്താവ്, അല്ലേ, സർവമഹിമയും വെടിഞ്ഞ് തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് പുറത്ത് കടന്ന് നമ്മളിൽ ഒരുവനായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു, അല്ലേ? നമ്മളിൽ ഒരുവനായി, മനുഷ്യപുത്രനായി ഇവിടെ കടന്നു വരുന്നു. കർത്താവ് അവിടെ കടന്നു വന്നപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും, അന്ന് ജീവിച്ച ഓരോരുത്തർക്കും കർത്താവിൻ്റെ മുഖം കാണുവാനും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനും കർത്താവ് പറഞ്ഞ സാക്ഷ്യം കേൾക്കുവാനും അത് കഴിഞ്ഞു, അല്ലേ? അനേകരെ കർത്താവ് ആ ദേവാലയത്തിൽ വെച്ച് സൗഖ്യമാക്കി. ഇവിടെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്, അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി, അല്ലേ? അപ്പോൾ ദേവാലയത്തിൽ വെച്ച് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഒരു അനുഭവമാണ്, അല്ലേ? സ്വർഗീയ മഹിമ വെടിഞ്ഞ് മനുഷ്യ രൂപമെടുത്ത് യേശു ദേവാലയത്തിൽ വന്നപ്പോൾ ആ ദേവാലയത്തിൽ വെച്ച് അവൻ കൈ നീട്ടി ഒരു കുഷ്ഠരോഗിയെ തൊട്ടു. അപ്പോൾ കുഷ്ഠം മാറി അവന് സൗഖ്യമായി, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത്, ദൈവം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു, അല്ലേ? ദൈവം നമ്മുടെ അടുക്കലേക്ക്, പാപികളായ നമ്മുടെ അടുക്കലേക്ക് ദൈവം എന്ത് ചെയ്തു? സർവ്വമഹിമയും വെടിഞ്ഞ് ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ഒരു പറയുന്നൊരു വചനമുണ്ട്, 1:22. മത്തായിയുടെ സുവിശേഷം 1:22, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും, അല്ലേ? എന്താണ് ഇമ്മാനുവേൽ എന്ന പേരിൻ്റെ അർത്ഥം? ദൈവം നമ്മോട് കൂടെ, അല്ലേ? സർവമഹിമയും വെടിഞ്ഞ് രണ്ടാമത്തെ ദേവാലയത്തിൽ കർത്താവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. സർവമഹിമയും വെടിഞ്ഞ് കർത്താവ് നമ്മളിൽ ഒരുവനായി മാറി, അല്ലേ? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പദവിയെല്ലാം വിട്ട് നമ്മോടൊപ്പം ജീവിക്കുവാൻ വേണ്ടി, നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി. അതാണ് രണ്ടാമത്തെ ദേവാലയത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ബുധനാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, ഹഗായിയുടെ പ്രവചനം സാക്ഷാൽ നിറവേറി. എന്താണ് ഹഗായി പറഞ്ഞത്? ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്നിവിടെ പറഞ്ഞു. ആ പ്രവചനം അതുപോലെ നിറവേറി. എങ്ങനെ? കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ഈ ദേവാലയത്തിൽ കർത്താവ് ചെയ്ത ശുശ്രൂഷ അനേകരെ കർത്താവിലെങ്കിലേക്ക് അടുക്കുവാനും, അല്ലേ, കർത്താവ് നമ്മുടെ സൃഷ്ടാവാണെന്നും നമുക്ക് വേണ്ടി ജീവിച്ചുവെന്നും മരിച്ചുവെന്നും അത് മനസ്സിലാക്കുവാനും നമ്മെ സഹായിച്ചു. അതാണ് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ്, എല്ലാം അങ്ങ് സൃഷ്ടിച്ചതാകിയാൽ. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ്, എല്ലാം അങ്ങ് സൃഷ്ടിച്ചതാകിയാൽ. വ്യാഴാഴ്ചത്തെ ഭാഗത്ത് ലേഖകൻ ആമുഖത്തിൽ പറയുന്നത്, ചുരുക്കം ചില സന്ദർഭങ്ങളിൽ പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ സിംഹാസനം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് ദൈവത്തിൻ്റെ സിംഹാസനം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ദർശനത്തിലൂടെ. ഇവിടെ യെഹെസ്കേൽ എന്ന് പറയുന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ സിംഹാസനം വിതാനത്തിൽ കണ്ടു എന്ന് യെഹെസ്കേൽ 1:26 പറയുന്നു. യെഹെസ്കേൽ ദൈവത്തിൻ്റെ സിംഹാസനം അത് വിതാനത്തിന് മീതെ കണ്ടു എന്നിവിടെ പറയുന്നു. യെശയ്യാവ് ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിലെ ദേവാലയത്തിൽ കണ്ടു എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിലെ ദേവാലയത്തിൽ കണ്ടു എന്ന് യെശയ്യാവ് തൻ്റെ ദർശനത്തിലൂടെ പറയുന്നു. യോഹന്നാൻ, പത്മോസിലെ യോഹന്നാൻ ദൈവത്തിൻ്റെ സിംഹാസനം കാണുവാൻ തന്നെ ദർശനത്തിലേക്ക് ദൈവം അങ്ങോട്ട് നയിച്ചു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ലേഖകൻ പറയുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ ദൈവസിംഹാസനം ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, അല്ലേ? ദൈവത്തിൻ്റെ സിംഹാസനം ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ.
ആ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കൊറ്റ വഴിയേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ രക്തം മാത്രം. അല്ലേ? ക്രിസ്തുവാണ് ഏക മാർഗം അതിലേക്ക് എത്തിച്ചേരുവാൻ. ഇവിടെ 2 പ്രവചനങ്ങളെക്കുറിച്ച് പറയുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 5 വരെയും, വെളിപാട് പ്രവചനം 4-ാം അധ്യായം 7 മുതൽ 11 വരെയും. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 5 വരെയും, വെളിപാട് പ്രവചനം 4-ാം അധ്യായം 7 മുതൽ 11 വരെയും. ഈ 2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ എന്ത് സംഭവങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, ഈ സംഭവങ്ങളിൽ നാം എന്താണ് അവിടെ അവതരിപ്പിക്കുന്ന കാഴ്ച, ദൈവത്തെക്കുറിച്ചുള്ള എന്ത് സത്യമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നിവിടെ ചോദിക്കുന്നു. ഈ 2 പ്രവചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുറി അവിടെ കാണാൻ കഴിയുന്നു. അല്ലേ? ദൈവസിംഹാസനത്തിൻ്റെ ആ മുറി അവിടെ കാണുവാൻ കഴിയുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 5 വരെ. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 5 വരെ. അവിടെ പറയുന്നത് എല്ലാവർക്കും അറിയുന്നൊരു വചനമാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. ഇനി അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് എന്നിട്ട് പറന്നു. ഒരുത്തനോട് പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. ഇനി അവർ ആർക്കുന്ന ശബ്ദത്താൽ ഇവിടെ പറയുന്നത് ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ യെശയ്യാവ് പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, കാരണം ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ട് ഒരു തീക്കനിലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു എന്ന് യെശയ്യാവ് ഇവിടെ പറയുകയാണ്. അല്ലേ? ഇപ്പം യെശയ്യാവ് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുറിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ എന്ത് കണ്ട കാഴ്ച? സർവ്വജീവികളും അല്ലേ ദൈവം പരിശുദ്ധൻ 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 എന്ന് എന്ത് ചെയ്തു? ആർത്ത് വിളിച്ചുകൊണ്ടേയിരുന്നു. ആ ആർപ്പിൻ്റെ വിളി കേട്ട് ഇവിടെ പറയുന്നത് ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞു. അല്ലേ? ഇത് കണ്ടതായി യെശയ്യാവ് പറയുകയാണ്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, അല്ലേ, ഈ പാപികളുടെ ഇടയിൽ ഞാൻ വസിക്കുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടുവല്ലോ. വെളിപാട് പ്രവചനം 4-ാം അധ്യായം 7 മുതൽ 11 വരെ. വെളിപാട് പ്രവചനം 4-ാം അധ്യായം 7 മുതൽ 11 വരെ. അവിടെ 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. അവിടെ 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തിയുള്ള കർത്താവായ ദൈവം ഓരോ ജീവികളും പറയുകയാണ്. അല്ലേ? എന്താണ് അവർ പറയുന്നത്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവ്വശക്തിയുള്ള ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകല് വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലേ? ഓരോ ജീവികളും, 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക്, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി കഴുകിന് സദൃശ്യം. ഓരോ ജീവികൾക്കും അവരെന്താണ് അവർ പറയുന്നത്? നമ്മുടെ ദൈവം പരിശുദ്ധൻ 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 എന്ന് വിശ്രമം കൂടാതെ രാപ്പകൽ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു എന്നിവിടെ പറയുകയാണ്. എല്ലാവരും ആ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിയെ നമസ്കരിച്ചു എന്നിവിടെ പറയുന്നു. എന്നിട്ട് അവർ ഒരുമിച്ച് പറയുകയാണ്, 11-ാം വാക്യം, 4-ാം അധ്യായം 11-ാം വാക്യം, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും എന്നിവിടെ പറയും. അല്ലേ? എല്ലാം അങ്ങ് സൃഷ്ടിച്ചതാകിയാൽ. അല്ലെ? പാഠത്തിന് ഹെഡി നോക്കിക്കേ, എല്ലാം അങ്ങ് സൃഷ്ടിച്ചതാകിയാൽ. അല്ലേ?
മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ എൻ്റെ കർത്താവ് യോഗ്യനെന്ന് 24 മൂപ്പന്മാരും 4 ജീവികളും വിശ്രമം കൂടാതെ രാപ്പകൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുതന്നെയാണ് യെശയ്യാവും പറയുന്നത്, അല്ലേ? അവിടെ എല്ലാ ദൂതന്മാരും പരിശുദ്ധൻ പരിശുദ്ധൻ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ ഈ 2 അധ്യായങ്ങൾ നാം വായിക്കും. യെശയ്യാവിൻ്റെ പ്രവചനവും വെളിപാടിൻ്റെ പ്രവചനവും നാം വായിക്കുമ്പോൾ നാം കാണുന്നത് ദൈവത്തിൻ്റെ സിംഹാസന മുറിയാണ്. നാം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസന മുറിയാണ്. ആ സിംഹാസന മുറിയിൽ എന്താ കാണുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് കാണുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് കാണുന്നത്. കാരണം എല്ലാ ജീവികളും എല്ലാ മൂപ്പന്മാരും എന്താണ് പറയുന്നത്? നമ്മുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുന്നത്. ആ പരിശുദ്ധി കൊണ്ട് യെശയ്യാവ് പറയുന്നത് ദൈവത്തിൻ്റെ ആലയം പുക കൊണ്ട് നിറഞ്ഞു, ഉമ്മരപ്പടികൾ കുലുങ്ങി, അല്ലേ? കട്ടളുകൾ കുലുങ്ങി എന്നിവിടെ പറയുന്നു, അല്ലേ? എന്താണ് പ്രതികരണം? യെശയ്യാവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ദൈവത്തിൻ്റെ സിംഹാസന മുറി കണ്ടപ്പോൾ യെശയ്യാവ് എന്താ പ്രതികരിച്ചത്? യെശയ്യാവിൻ്റെ പ്രതികരണം പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, അയ്യോ പാപമുള്ള മനുഷ്യൻ, അല്ലേ? ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനെന്ന് യെശയ്യാവ് വിളിച്ചു പറഞ്ഞു. കാരണം ഒരു യോഗ്യതയും എനിക്കില്ല, ഇത് കാണുവാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല, ഞാൻ അയോഗ്യനാണ് എന്ന് യെശയ്യാവ് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു ദൂതൻ തീക്കനൽ കൊണ്ടുവന്ന് നാവിന്മേൽ തൊട്ടു, എന്നിട്ട് അവനെ ശുദ്ധമുള്ളവനാക്കി മാറ്റി, അവനെ യോഗ്യനാക്കി തീർത്തു. യെശയ്യാവിനെ ആരാക്കി മാറ്റി? യോഗ്യനാക്കി മാറ്റി, അല്ലേ? അതുകൊണ്ട് വ്യാഴാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത് നമ്മുടെ ദൈവം നമ്മെ ശുദ്ധനാക്കുന്നവനാണ്, അല്ലേ? സാത്താൻ കൊണ്ടുവരുന്ന ഓരോ ആരോപണങ്ങളെയും ഇവിടെ നുണയാണെന്ന് ഇവിടെ ചിത്രീകരിക്കുന്നു, അല്ലേ? പലപ്പോഴും സാത്താൻ പറയുന്നത് ദൈവം സ്വേച്ഛാധിപതിയാണ്, ദൈവം സ്വാർത്ഥനാണ്, ദൈവം കഠിനനാണ് എന്നൊക്കെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതെല്ലാം തെറ്റാണെന്നും നുണയാണെന്നും തീർത്തുകൊണ്ട് നമ്മുടെ അറുക്കപ്പെട്ട കുഞ്ഞാട് സർവമഹത്വവും കരയേറ്റുവാൻ യോഗ്യൻ, അല്ലേ? സർവമഹത്വവും സ്തോത്രവും ലഭിപ്പാൻ നമ്മുടെ കർത്താവ് അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് യോഗ്യൻ എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് വെളിപാട് പ്രവചനം 5-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു. വെളിപാട് പ്രവചനം 5-ാം അധ്യായം 4-ാം വാക്യം, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു, അല്ലേ? നമ്മെ വീണ്ടെടുക്കുവാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും വെളിപാട് പ്രവചനം 5:12, വെളിപാട് പ്രവചനം 5:12 പറയുന്നു, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ, അല്ലേ? മൂപ്പന്മാർ പറയുകയാണ്, നമ്മുടെ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും സ്തോത്രവും മഹത്വവും ലഭിപ്പാൻ യോഗ്യൻ. കാരണം എന്താണ്? അതാണ് നമ്മൾ നേരത്തെ വായിച്ചത് 4:11. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ നമ്മുടെ കർത്താവ് യോഗ്യൻ എന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് നാം നീചരായ പാപികളാണെങ്കിൽ പോലും, നാം പരാജയപ്പെട്ടവരാണെങ്കിൽ പോലും നമുക്ക് ക്രൂശിലേക്ക് കടന്നു വരാമെങ്കിൽ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു എന്ന് നാം അംഗീകരിക്കുന്നുവെങ്കിൽ, യെശയ്യാവിനെ തൊട്ടതായ ആ ദൂതൻ നമ്മെയും തൊട്ട് നമ്മെ ആരാക്കി മാറ്റും? യോഗ്യരാക്കി മാറ്റും എന്നിവിടെ പറയുന്നു. എന്താ കാരണം? എല്ലാം എൻ്റെ ദൈവമാണ് സൃഷ്ടിച്ചത്, അല്ലേ? അതുകൊണ്ട് നമ്മെ യോഗ്യനാക്കുവാനും കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴിയുമെന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വെള്ളിയാഴ്ച ലേഖകൻ പറയുന്നത്, നമ്മുടെ രക്ഷ ഉറപ്പാക്കുവാൻ യോഗ്യനായ ഒരേ ഒരാളെ ഉള്ളൂ എന്നിവിടെ പറയുന്നു. നമ്മുടെ രക്ഷ ഉറപ്പാക്കുവാൻ യോഗ്യനായ ഒരേ ഒരാളെ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം ദൈവത്തിൻ്റെ കളങ്കമില്ലാത്ത കുഞ്ഞാടാണ് നമ്മുടെ കർത്താവ്.
യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കും. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത്, തന്നെത്താൻ താഴ്ത്തി വാ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, ഒരു രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വാ തുറക്കാതിരുന്നു. അല്ലേ? നമ്മുടെ കുഞ്ഞാടിനെക്കുറിച്ചുള്ള, കർത്താവിനെക്കുറിച്ചുള്ള ഒരു വിശേഷണമാണ് യെശയ്യാവ് പറയുന്നത്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ നമ്മുടെ കർത്താവ് മിണ്ടാതിരുന്നു. അല്ലേ? അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആറ് വിചാരിച്ചു എന്നിവിടെ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കളങ്കമില്ലാത്ത പെസഹ കുഞ്ഞാടാണ് നമ്മുടെ കർത്താവ് എന്നിവിടെ പറയുന്നത്. അതുകൊണ്ടാണ് സ്വർഗീയ ജീവികളെല്ലാം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്ത് വിളിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാനോട് പറഞ്ഞത്, കരയേണ്ട, വിലപിക്കേണ്ട, കാരണം യഹൂദയിലെ സിംഹമായ ദാവീദിൻ്റെ വേരുമായവൻ ആ പുസ്തകം തുറപ്പാൻ യോഗ്യനായിരിക്കുന്നു. അല്ലേ? ജയം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പാപം എത്ര മോശമാണെങ്കിലും, മനുഷ്യവർഗം എത്ര പതനത്തിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ മരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ യാഗം, കർത്താവിൻ്റെ യാഗം നമ്മെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. അല്ലേ? അതുകൊണ്ട് നമ്മെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, ന്യായപ്രമാണമാകുന്ന ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മനപ്പാഠവാക്യം പറയുന്നത്, പുസ്തകവും വാങ്ങാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഈ കുഞ്ഞാടിൻ്റെ യാഗം, അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെതായ ഈ യാഗം എൻ്റെ പാപത്തിന് പരിഹാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലേ? പാഠത്തിൻ്റെ ഹെഡിങ് എന്താണ്? യാഗം മനസ്സിലാക്കുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ പരമമായ യാഗം എൻ്റെ പാപത്തിന് വേണ്ടിയായിരുന്നു. അല്ലേ? ആയിരുന്നു എന്ന് നാം എന്ത് ചെയ്യണം? നാം മനസ്സിലാക്കുന്നു. എങ്കിൽ തീർച്ചയായും നാം അറിയും, പണ്ട് കാലങ്ങളിൽ നടന്നതായ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും യാഗമെല്ലാം വ്യർത്ഥമായിരുന്നു. അല്ലേ? അതെല്ലാം വ്യർത്ഥമായിരുന്നു. അതിനൊന്നും നമ്മുടെ പാപത്തെ നീക്കുവാൻ കഴിയുന്നതല്ല. യേശുവിൻ്റെ പരമമായ യാഗമാണ് എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് എന്നെ ശുദ്ധനാക്കി തീർത്തത്. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമാണ്. ആ യാഗം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ഈ മനോഹരമായ പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ലതുപോലെ ശാബത്ത് സ്കൂൾ പാഠങ്ങളൊക്കെ പഠിച്ച് ദൈവസന്നിധിയിൽ അതാത് പള്ളികളിൽ നല്ല രീതിയിൽ ചെയ്യുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ പരമമായ യാഗം എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി നമ്മെ ശുദ്ധരാക്കി തീർത്തിരിക്കുന്നു എന്ന ആ വലിയ സത്യം തിരിച്ചറിയുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശാബത്ത് സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കും പിതാവേ. പാപികളായ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞതായ ആ ബലിയെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നു പിതാവേ. സർവമഹിമയും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളിലൊരുവനായി ജീവിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് പാപപങ്കലമായ ലോകത്ത് ജീവിച്ച് ഞങ്ങൾക്ക് വേണ്ടി നീതിമാനായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ ഞങ്ങൾ അറിയുന്നു പിതാവേ. അങ്ങയുടെ യാഗം ഞങ്ങളുടെ ജീവിതത്തിന് പാപപരിഹാരമായി മാറിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നും പെസഹ കുഞ്ഞാടെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞതായ യോഹന്നാൻ സ്നാപകൻ്റെ അതേ സാക്ഷ്യം ഞങ്ങൾക്കും അത് തിരിച്ചറിയുവാൻ ഇന്നത്തെ പൽക്കാലം ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം പിതാവേ. യെശയ്യാവ് പറയുന്നത് പോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ പാപമുള്ള ജാതി, കർത്താവെ അങ്ങയുടെ നീതിയുള്ള രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ ഞങ്ങളങ്ങേ നന്ദി അർപ്പിക്കുന്നു പിതാവെ. സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പരമമായ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ യാഗത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ അവിടുന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു പിതാവെ. പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ സ്വർഗീയ പിതാവ് അറിയുന്ന കൃപകൾക്കായി സ്തോത്രം. എല്ലാവരും നീ മാനിക്കണമേ.
നല്ല രീതിയിൽ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ദൈവസന്നിധിയിലെ കർത്താവെ ഒരു പടി കൂടെ അടുക്കുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ യാഗം പാപിയായ ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്തു എന്നുള്ള ആ വിശ്വാസത്തിൽ ഞങ്ങൾ ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ. ആമേൻ.